ഇത് നമ്മുടെ ബിബി, ഞങ്ങളുടെ ബിബി, നമ്മുടെ സ്വന്തം ബിബി, ഞങ്ങളുടെ സ്വന്തം ബിബിയാണ്. ഞങ്ങൾ ഇന്ന് പോകുന്നത് ഗവിക്കാണ്. ആങ്ങം വഴി, പത്തനംതിട്ട വഴി 90 കിലോമീറ്റർ അതിൻ്റെ അത്ര വനത്തിക്കോട്ടെ രാജ്ഞി ഡാമ കാണിക്കാൻ അറിയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പൊളിക്കാൻ പോലെയാണ്. നമ്മൾ പോകുന്ന വണ്ടി ഒന്ന് കാണിച്ചേക്കാല്ലേ. നമ്മൾ പോകുന്നത് ഈ വണ്ടിയിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് അല്ലേ. ഇന്ന് പോകുന്ന ആരൊക്കെയാണെന്ന് നോക്കാം. ശിവനുണ്ട്, ശിവനാഥനുണ്ട്, പിന്നെ നമ്മുടെ സോഫിയ. എല്ലാം ഹായ് കൊടുത്തേ. ഫ്രണ്ട് കാടി അങ്ങോട്ട് വരും, അങ്ങോട്ട് ഓക്കെ ഓക്കെ ഓക്കെ. അതിപ്പോ പൊക്കി തരുമല്ലോ. തണുപ്പ് നല്ല തണുപ്പുണ്ടോ റോസു? അത് കിട്ടി തണുപ്പുണ്ടോടി? ഓക്കെ ഓക്കെ ഒന്ന് കിട്ടാക്കല്ലേ. ലിറ്റർ വെള്ളം വാങ്ങിച്ചിട്ടുണ്ട് ജോമാൻ. വെള്ളം വാങ്ങിക്കണം. ഓക്കെയാണോ? ഈ മുന്നേ വരുന്നോ? വേഗം തീരാറിയോ? പിള്ളേർക്ക് സ്ഥലവും കാണാം. മോനെ പട്ടമലോടൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ബോഡി വിളിച്ചിട്ട് അവനെ എടുക്കുന്നത്. മൊത്തം ക്ലീൻ ചെയ്തു. ഏതറിയാൻ തന്നെ അത് ഈ ജോലിച്ചിട്ട് പറഞ്ഞിരിക്കുന്ന. അപ്പം എന്ത് ഇപ്പൊ നോക്കാനും 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 പിന്നെ ഈശ്വരാണ്. അല്ല അനകട്ടി അനകട്ടി വിളിച്ചു. അല്ല റോസ് കേട്ടില്ല. ഈശ്വരാ നോക്കൂ. അതാ അതുകൊണ്ട് പോയി. അല്ല വേറെ കാര്യ ജീവനാ കുറയൊന്നും ജീവനാൻ വെച്ചായിരുന്നേ.
കാണിക്കും ഞാൻ അങ്ങോട്ട് കാണട്ടെ ഇതൊരു ചാട് പെരുമാറി ചാട് എടുക്കണേ കാണിച്ചോ ഇങ്ങനെ പ്രശ്നമാണ് നിക്കറേ വെള്ളമാവോ ചാടണേ ചാട്ടിയോ പേടിച്ചിട്ട് പോയി കൈ വിടോ വീഡിയോ അതുകൊണ്ട് എനിക്ക് പേടിയോളാം കാൽപ്പുക്കി ഛർദിച്ചത് ചാടാൻ പോവാ വെള്ളം പോട്ടെ കണക്കെള്ളം പോട്ടെ ഇങ്ങനെ ഞാൻ വിളിച്ചോ വിചാരിച്ചു റെഡി Ready, 1, 2, 3, start! Yo! Out! Ready, 1, 2, 3, start! ചെങ്കതൊക്കെ അടിക്കട്ടാ ആ പോ
സോഫിയ തോർത്തെടുത്തോളൂ. ആ എടുത്ത് ജീവന സോഫിയ ഒന്ന് പോടാ. അത് ഞാൻ ആടാം. സോഫിയ ഒന്ന് എടുക്കാവോ? സോഫിയ ഒന്നടി മോനെ ഒന്ന് എടുക്കുമോ നീ? അല്ല അതെ ആട് അത് പൊട്ടിപ്പോയി. റൂം തുറന്നുണ്ടോടി? ഇതിനകത്ത് നമുക്ക് കട്ട് ചെയ്യാനൊന്നുമില്ല, എല്ലാം സൂപ്പർ വ്യൂ. ചേട്ടാ അത് വരുന്നോ? നോക്കണേ അത് മുള്ളാണേ. എന്താ ഇല്ലേ ഇത് കയറുവാ? ഇത് എന്തിനാണോ കിഷണ പാടോ? ചോദിച്ചാൽ അങ്ങനെ അധികോ ഇല്ല. ആ കയറി അത് അടിക്ക അടിക്കേ കയറി കയറി അങ്ങനെ കയറി പോവോ? കയറി പോടാ. ആ ഇത് ആസ്വദിക്കാൻ വന്നാടോ? ഇതാണ് നമ്മുടെ മാന്ത്രിക സിനിമ ദ്വീപാണ്. കരിമ്പുരി ആണോ അത്? കരിമ്പുരി പോകണേ. ഇതിന് ചേനയുണ്ട്, ചേന. ബേബി ഇനി ഞാൻ അവിടെ പോയി നിൽക്കാവേ. സൂപ്പർ സ്ഥലം. കാട് എന്ന് പറഞ്ഞാൽ പെരുങ്കാട്. നമ്മുടെ വണ്ടി വരുന്നുള്ളൂ കേട്ടോ. ഞാനോ വീഡിയോ എടുക്കാണ്ട് നേരെ പോകുന്ന മാത്രമേ ഉള്ളൂ. അടിപൊളി ഗായ്സ്.
ഹായ് ഗൈസ്, ഞങ്ങളങ്ങനെ ഗവിയിലോട്ട് കത്തി പോകാനുള്ള ചെക്ക് പോസ്റ്റിലോട്ട് പോവാണ്. ഇനി എന്താ നമ്മൾ ഇതിപ്പോ ഇവിടെ നിന്ന് എങ്ങനെയാ? ഇവിടുന്ന് ഒരു 90 കിലോമീറ്ററാണ് യാത്രയാണ്. എവിടെ എത്തി നമ്മള്? ചെക്ക് പോസ്റ്റ് ഉണ്ട് അല്ലേ? കൂട്ടുകാരെ, നമ്മളിപ്പം ഏകദേശം ഗവിയിലോട്ട് കയറാനുള്ള ആ ചെക്ക് പോസ്റ്റിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. അത് നമ്മൾ നമ്മുടെ പേരും വിവരങ്ങളൊക്കെ നമ്മൾ എഴുതി ഒരു ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷമാണ് നമുക്കിനി ഇവിടെ നിന്നും നമുക്കിനി മുകളിലോട്ട് കൊടും കാട്ടിലേക്ക് നമുക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടെ പൂരിപ്പിക്കാൻ വേണ്ടി അനിയന്മാരെല്ലാം പോയിരിക്കുവാണേ. അപ്പം നിങ്ങൾ കുറേ വീഡിയോകളൊക്കെ കണ്ടല്ലോ. അപ്പം ഇനി നമുക്ക് മുകളിലേക്ക് എന്തോ ഒരുപാട് സംഭവം ഉണ്ടോ, ആന, കടുവ, അങ്ങനെ കരടി, അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോഴേ തന്നെ റിസ്ക് എടുത്ത് തന്നെ ഈ വണ്ടിയായിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. എന്തായാലും ഒരു ദിവസം 30 വണ്ടികൾക്ക് മാത്രമാണ് മുകളിലേക്ക് പോകാൻ അനുവാദമുണ്ട്. നമ്മൾ ശരിക്കും തിങ്കളാഴ്ച ബുക്ക് ചെയ്താണ്, നടന്നില്ല. കിട്ടിയത് നമുക്കിന്ന് വ്യാഴാഴ്ചയാണ്. അപ്പം എന്തെങ്കിലും ബാക്കി വിശേഷം നമുക്ക് മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ആരും മിസ് ചെയ്യാതെ തന്നെ നമ്മുടെ വീഡിയോ കാണണം. ഓക്കെ, തുടങ്ങിയേക്കാം അല്ലേ? അല്ല ഗൈസ്, നമ്മൾ ഇതിന് പോകുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുക്കണം. നമ്മുടെ ഡീറ്റെയിൽസ് ഇപ്പം നമ്മുടെ ബിബി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി നമ്പർ, പിന്നെ നമ്മൾ ഓരോരുത്തർ പോകുന്നവർ എത്ര പേരുണ്ട്, അവരുടെ എല്ലാം അഡ്രസ്സും കാര്യം എല്ലാം എഴുതി കൊടുക്കണം. നമ്മൾ വണ്ടിയുടെ പടുതാകെ പൊക്കി വെക്കുമ്പോൾ പടുതാകെ പൊക്കി വെച്ചാണ് ഇനി പോകാൻ പോകുന്നത്. അതിൻ്റെ ഫോർമാലിറ്റീസ് ഒന്ന് കാണിച്ചു തരാം. സോഫി പൈസ പോകാൻ കിടക്കുന്ന വണ്ടികളാണ് കേട്ടോ. ഇതാണ് അപ്പൊ കാലം അട്ട കയറി.
ബോഡിയിലെ ബ്ലഡ് ആവുന്നു. ഈ നിനക്കുള്ള ചോറെല്ലാം ഉണ്ട് കേട്ടോ. ചോറ് മീൻകറി എല്ലാം വെച്ച് വെച്ചിട്ടുണ്ട്. നോക്കടി ഹായ് 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 ഏത്തപ്പഴം കഴിക്കണം. ഏത്തപ്പഴം വേണ്ട. നാളെ എനിക്ക് ചോറ് വൺ പേര് മെഴുക്കുവരട്ടി കേരക്കറി മുഴുവൻ വറുത്തത് പിടിക്കാൻ പോയതോ കേട്ടാളാണ്. ചേട്ടാ ഓയ് പണ്ടോ ഡാമ് തുറന്നു വിട്ടേ താഴത്തെ ഇറച്ചി അടിച്ചത് ഓർമ്മയുണ്ട? അതെ അതെ അതെ. ഇത് നമ്മുടെ ഈറ്റക്കാലാണ് കേട്ടോ. മുളയുടെ ചെറുത് ഈറ്റകൾ. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എല്ലാം ഒന്ന് നോക്കിക്കോളുക. ഇവിടെ നിറയെ ഈറ്റകളാണ് നിൽക്കുന്നത്. ഇതൊരു സീസണിലാകുമ്പോൾ അവർ മൂത്ത് കഴിയുമ്പോൾ അവർ വെട്ടിയെടുക്കാൻ വേണ്ടി ഈ വെച്ചിരിക്കുന്നതാണ് ഈ ഈറ്റകളൊക്കെ. നമുക്കാർക്കും വെട്ടാൻ അനുവാദമില്ല. അത് ഇവിടുത്തെ കാട്ടുവാസികൾക്ക് തന്നെ ഉള്ളു കേട്ടോ. അപ്പം ഇതാണ് ഈറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഒരുപാട് കാഴ്ചകൾ കൊണ്ട് നമുക്ക് മുമ്പോട്ട് കാണാനുള്ളതുകൊണ്ട് നമ്മൾ പയ്യെ വണ്ടിയുടെ പടുതകളൊക്കെ മുകളിലേക്ക് പൊക്കി വെക്കുവാണ് കേട്ടോ. ഇതിലാണ് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാനും ഒക്കെ നമുക്ക് സൗകര്യം ഉണ്ടാവുള്ളൂ. എന്തായാലും ഈ ഒരു യാത്ര വലിയൊരു വൈബ് തന്നെ ആയതുകൊണ്ട് ഞങ്ങളെല്ലാം രണ്ടും കൽപ്പിച്ചാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഡ്രൈവർ കൂട്ടം പറയാൻ പറ്റില്ല, നമ്മുടെ സ്വന്തം പയ്യനാണ്. എല്ലാവരും കൂടെ ചേർന്ന് ഇതാ വണ്ടിയുടെ പടുതകളൊക്കെ പൊക്കി നമുക്ക് കയറിയിരുന്നും അതുപോലെ വണ്ടിയിൽ തന്നെ നിന്നുകൊണ്ട് കാണുവാനും പറ്റുന്ന തരത്തിൽ വണ്ടീനെ ഒന്ന് അറേഞ്ച്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവരൊക്കെ ചുറ്റും നിന്ന് ഇതൊരു രണ്ടാമത്തെ ചെക്ക് പോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ചെക്ക് പോസ്റ്റിലും ഒരു ചെക്കിങ് ഉണ്ട്. മൊത്തം എനിക്ക് തോന്നുന്ന ഒരു 3 ചെക്ക് പോസ്റ്റ് മൊത്തത്തിലുണ്ട്. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഇത് കഴിഞ്ഞ് പാസിങ് കഴിഞ്ഞുള്ള മുന്നോട്ട് പോവുകയാണ്. ഒരു KSRTC ബസ് കിടപ്പുണ്ട്. അവരും ഇതേപോലെ ഒരു ഉല്ലാസയാത്ര എന്നും പറഞ്ഞ് വന്നേക്കുന്നതാണ്. എനിക്ക് തന്നെ അവർ വണ്ടി പിടിച്ച് വന്നേക്കുന്നതാണോ എന്ന് ചെറിയൊരു ഡൗട്ടുണ്ട്. എന്താണ് കറക്റ്റ് അറിയില്ല. അപ്പോൾ അവർ താഴെ നിന്ന് പാസ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തില്ലേ, നമ്മൾ ആദ്യം എഴുതി കൊടുത്തോണ്ടിരുന്നില്ലേ, അവിടെ നിന്ന് എടുക്കാൻ അവർ മറന്നുപോയി. ഇപ്പം അവരുടെ വണ്ടി തിരിച്ചു വിടാൻ പോവാണ്. അവിടെ പോയി എടുത്തോണ്ട് തിരിച്ചു വരാം. 8 കിലോമീറ്റർ റിട്ടേൺ പോകേണ്ടി വരും അവർ. നോക്കടാ നോക്കടാ വീഡിയോ എടുത്തത് നിങ്ങൾ താഴെ നിൽക്കണേ, മുഴുവൻ നോക്കണം കേട്ടോ. ആനക്ക് കടുവ കൂട്ട് വരും, പൂച്ചയ്ക്ക് പട്ട് പൂച്ച വരും. നോക്കാം. ഹലോ ഗൈസ്, ഞങ്ങൾ അങ്ങനെ ഗവിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആട്ടം കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾ ആഘോഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാടുകളൊക്കെ വീഡിയോ ഒക്കെ എടുത്തോണ്ട്. പിന്നെ ഈ രാവിലെ ഒരു പ്രശ്നമുണ്ട്. രാവിലെ ഈ സമയത്ത് തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് പുഴുക്കൾ നൂല് പോലെ ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ഒരെണ്ണം ജോബിൻ്റെ ദേഹത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അത് കണക്കാക്കി വേണം, ഫ്രണ്ട് നോക്കി തന്നെ വേണം പോകാൻ. കാരണം പടുത പൊക്കിച്ചുകൊണ്ട് നമ്മുടെ മേഘത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വൈബാണ് കേട്ടോ ഇത്. കാരണം നമ്മളിപ്പം 2 സ്ഥലം നിരീക്ഷിച്ചാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇഷ്ടപ്പെട്ട ചിരിച്ചെടുത്ത് ഒരു കമ്പുണ്ട കൊള്ളാറോ വെള്ളം എടുത്ത
ഞങ്ങൾ ഗവിയിലോട്ട് കയറി. ആ കണ്ട വണ്ടികൾ ദൈവത്തെ ഇറങ്ങി ഓടിയേക്ക് ഇരുന്നത്. അങ്ങനെ കേട്ടോ. ആര് കൃഷ്ണേട്ടാ, ആനമരം പുലി വരും, ആനമരം പുലി. ഇല്ല, പുഴുവില്ല സൈഡിലോട്ട് നോക്കണേ. പറഞ്ഞു പറഞ്ഞു. അയ്യോ പുഴു പോ തല വീണോ? പുഴുവിനെ. ഞങ്ങളിപ്പോ ഗവിക്കകത്തോടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് കാട്ടാനേനെയൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട്. ഇവരൊന്നിനും കാണാൻ പറ്റിയിട്ടില്ല. എവിടെ കാട്ടാനൊന്നല്ല, പുഴുവാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കണയാണ്. കുട്ടി ഇത്ര നേരം റോസു കായ് കൊടു എവിടെ കുറയ്ക്കാൻ ആ, എന്താ? കൊണ്ടേ. ഇതിൽ പോകുമ്പോൾ വരുന്ന പുഴുവിനെ വകഞ്ഞു മാറ്റാൻ ജോവിറ്റാണെങ്കിൽ ഒരു ലാത്തിയായിട്ട് നിൽക്കേണ്ടതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ മുന്നോട്ട് ഞങ്ങളുടെ യാത്ര അതിഗംഭീരമായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമുക്ക് കുറേ സംഭവങ്ങൾ കാണാനുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ. ഇങ്ങനെ എല്ലാ കാര്യവും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ മൃഗങ്ങളെ കാണാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ പോകുന്ന വഴിക്ക് ഏതിനെയൊക്കെ കാണുന്നോ അതിനെ വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഒരു മൃഗം മാത്രമല്ല, അപ്പം അതിനുള്ള തന്ത്രപ്പാണ് നമ്മുടെ ഈ യാത്ര. കുറച്ചിരിക്കാം. ഇതിൽ ആനയെപ്പോലെ സംഭവത്തിൽ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ വണ്ടി പയ്യാണ് ഇപ്പോൾ വിടുന്നത്. എവിടെയാണെന്നറിയില്ല. എന്തായാലും പയ്യന് തിരക്കാം. കാരണം ഈ ആനയുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് ചിലതൊക്കെ മുമ്പ് നിൽക്കും, ചിലതൊക്കെ അങ്ങനെയല്ല. പെട്ടെന്നായിരിക്കും മുളങ്കാട്ട് ഈറ്റക്കാടൊക്കെ അതിന് കയറി വരുന്നത്. കാരണം നമ്മളിപ്പോൾ ഈ പോകുന്ന വണ്ടിയുടെ അതായത് ഇടത്തെ സൈഡിലാണ് തോടും കാര്യങ്ങളൊക്കെ ഉള്ളത്. വലത്തെ സൈഡിൽ കാടാണ്, കംപ്ലീറ്റും കയറ്റമാണ്. അപ്പോൾ ആന താഴേക്ക് വെള്ളം കുടിക്കാൻ ഇറങ്ങി വരികയും കയറിപ്പോവുകയും പെട്ടെന്നായിരിക്കും. അപ്പം സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുന്നില്ലെങ്കിൽ അത് നമുക്ക് പണിയായിരിക്കും. കാരണം ഗവിയിൽ കൂടെയുള്ളൊരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരം തന്നെയാണ്. മാത്രമല്ല ഭയങ്കര റിസ്ക് എടുത്തുള്ള യാത്ര തന്നെയാണ്. ഓടുവാടാ, ഒരു വണ്ടി എടുത്തല്ലോ. ആനെ കാണാൻ വേണ്ടി പോയതാണ് പണ്ടാറ്. ഞാൻ ഇപ്പൊ ബസ്സിന് പോകേണ്ട അവസ്ഥയാണ്. അത് തിരിച്ചേ പോയി. എന്തായാലും ഈ യാത്ര ഒരു അടിപൊളി തന്നെയാണ്. കാരണം ഭാര്യയോടും മക്കളോടും സഹോദരങ്ങളോടൊക്കെ ഒപ്പം ഇങ്ങനൊരു യാത്ര ചെയ്യാൻ ദൈവം അനുവദിച്ചതിന് ആദ്യം ദൈവത്തോട് തന്നെയാണ് നമുക്ക് അല്ലെങ്കിൽ എനിക്ക് നന്ദി പറയാനുള്ളത്. എന്തായാലും ഇതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. കാരണം ഇങ്ങനെ കാടുകളിൽ കൂടിയൊക്കെ ഈ യാത്രയൊക്കെ ചെയ്യുക എന്നുള്ളത് ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഇതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്നും അധികം കമൻറ്റ് ചെയ്യുവാണെങ്കിൽ എല്ലാം ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ യാത്ര അടിപൊളിയായിട്ട് മുന്നോട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വീഡിയോകൾ എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഇത് വീഡിയോ എടുക്കാൻ തുടങ്ങിയാൽ ഇത് നമുക്ക് നിർത്താൻ സമയം കാണില്ല. അതുപോലെയാണ് കാണാൻ ഈ ഗവിക്കുള്ളിൽ ഉള്ളത്. അത് ഞങ്ങളിങ്ങനെ അടിച്ചു പൊളിച്ച് പാട്ടും പാടി ഡാൻസ് കളിച്ചും ഒക്കെ ഞങ്ങൾ നേരെ വയ്യങ്ങ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഓക്കെ, ഓണാക്കി പറയണം. അല്ല ഗൈസ്, നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് ഉണ്ടായിരുന്നു. നമ്മൾ പോകുമ്പോൾ പുഴുവാണ്. ഇത് ജസ്റ്റ് അത് വേണ്ട 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 ആമ 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 ആന ആമ 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 മൂന്നോ അങ്ങനെ നോക്കിയേക്കല്ലേടാ. ആ കണ്ണോട് കാണരുത്. ഇമ്മോ അങ്ങനെ നോക്കിയേക്കല്ലേ. ഇതുകൊണ്ട് ഇമ്മോ മമ്മിയുടെ കയ്യെ ഇതുണ്ടാ. ഇമ്മോ എവിടെ ഇരുന്ന് എന്റെ കൈ നോക്കിയാ ആദ്യം. അത് കൈ ഇത് കിട്ടാനൊന്നും പേടിക്കണം.
അത് ഇവന്റെ കൂടെ നടന്ന് അല്ല എനിക്ക് ചോദിച്ചു. ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് ആദിവാസികളുടെ കുടിലുകളാണ് കേട്ടോ. കുറെയൊക്കെ പടുതകളൊക്കെ ഇല്ല. പിന്നെ കുറെയൊക്കെ സ്ഥലങ്ങളിൽ ഇത് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ അവരുടെ ഒരു ജീവിതം എങ്ങനെയാണുള്ളത്. ഇവരുടെ ജീവിതം നമ്മുടെ ജീവിതമൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ശരിക്കും വലിയ രാജാക്കന്മാർ തന്നെയാണ്. ഇനി നമുക്ക് മുകളിൽ ഒരുപാട് ആദിവാസികളെ കാണാൻ പറ്റുമെന്നാണ് നമ്മുടെ വണ്ടി ഓടിക്കുന്ന കൊച്ചു പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്കിനി മുകളിലേക്ക് ബാക്കി വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ. ഇത് ഞങ്ങൾക്ക് ആദ്യം എന്താണെന്ന് സംഭവം മനസ്സിലായില്ല. ഒരുപാട് ഇരുമ്പുകൾ ഐറ്റംസുകളും വലിയ മിഷനറികളൊക്കെ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ സെർച്ച് ചെയ്യുമായിരുന്നു എന്താണ് ഇങ്ങനെ സംഭവം വരാനുള്ളത് എന്ന്. ഞങ്ങളിങ്ങനെ നോക്കി മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് വണ്ടി നേരെ പോകുമ്പോൾ നമുക്ക് താഴെയായിട്ട് നമുക്ക് കുറേ സംഭവങ്ങൾ കാണുവാനായി സാധിച്ചു. അതായത് ഇത് പഴയ ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർക്ക് യാത്ര ചെയ്യാൻ ട്രെയിൻ ഇതുണ്ട്. താഴെ ട്രെയിനിൻ്റെ കുറേ ബോഗികൾ കുറേ കിടപ്പുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഇത് ട്രെയിനിൻ്റെ ഭാഗങ്ങളാണെന്നുള്ളത്. അപ്പോൾ ഇതിൽ കൂടി ഒരു വലിയ പൈപ്പുകൾ വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി ഓടിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് തോന്നുന്നത് അവിടെ ആ പൈപ്പുകളൊക്കെ കയറ്റാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ഈ സാധനം വലിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ചെയ്ത ഒരു തന്ത്രമാണ് ഇത്. ഇതിൻ്റെ അകത്ത് കെട്ടി വലിച്ചുകൊണ്ടായിരിക്കാം അവർ കയറിപ്പോയിരിക്കുന്നത്. എന്നാലും പൈപ്പുകളൊക്കെ നമുക്ക് മുകളിലോട്ട് പോകുമ്പോൾ കാണുവാൻ സാധിക്കും. അപ്പം ട്രെയിനിൻ്റെ ഒരുപാട് വശിഷ്ടങ്ങൾ അവിടെ കിടപ്പുണ്ട് കേട്ടോ. വണ്ടി ഏകദേശം മുകളിലെത്തിയപ്പോൾ ഒരു വൈബ് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. ഒരു മരം കണ്ടോ കംപ്ലീറ്റും ഉണങ്ങി നിൽക്കുക കേട്ടോ, ഈ മാൻ്റെ ഒക്കെ കൊമ്പുകൾ നിൽക്കുന്ന പോലെ. അപ്പോൾ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി പയ്യെ അവിടെ ഒക്കെ ഒന്ന് വീഡിയോ എടുക്കുവാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ. മുകളിലേക്ക് നോക്കുമ്പോൾ ഇഞ്ഞി കിടക്കുവാണ് മരകൾ അങ്ങോട്ട്. നമ്മൾ അതിശയിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഇത് കണ്ടോ, ബ്രിട്ടീഷുകാർ പണ്ട് ചെയ്ത ലൈൻ കമ്പി കേട്ടോ. എന്തേലും ദൂരം ഇവർ എങ്ങനെ കിട്ടിയെന്നുള്ളതെന്നൊരു പിടുത്തമില്ലാത്ത. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡാമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഡ്രൈവർ പയ്യൻ നമ്മളോട് പറഞ്ഞത് നമുക്ക് 5 ഡാം കാണാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒന്നാമത്തെ ഡാമാണ് നമ്മളിപ്പോൾ ഈ വന്നിരിക്കുന്നത്. ഇവിടെ ഷട്ടറൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ വീഡിയോ ഒന്നും അങ്ങനെ ചെയ്യാൻ പാടുള്ളത് അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് അറിയില്ല. എന്തായാലും ഡാമിൻ്റെ സൈഡൊക്കെ നോക്കി അറിയാം വെള്ളങ്ങളൊക്കെ. ഇത് ഓരോ ഷട്ടറുകളാണ് കേട്ടോ. ഇവിടെയാണ് ഓരോ ഷട്ടർ അറകളുള്ളത്, വെള്ളം പുറത്തോട്ട് വിടാനൊക്കെ ഉള്ളത്. എന്തായാലും എനിക്ക് തോന്നുന്നു വെള്ളം തീരെ കുറവാണെന്നാണ് തോന്നുന്നത്. കാരണം ഷട്ടൊക്കെ തുറന്നാൽ വെള്ളം ചെല്ലുമോ ഇല്ലെന്ന് തോന്നുന്നു. കാരണം മഴ കുറവാണോ കിട്ടിയെന്നൊരു പിടുത്തമില്ല. ഇതൊക്കെ അതിൻ്റെ റോപ്പുകളാണ് കേട്ടോ. താഴേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം വെള്ളമൊക്കെ തീരെ കുറവുള്ള. ഇത്രയും പൊക്കത്തിൽ നിന്നാണ് വെള്ളം പോകേണ്ടത് ശരിക്കും ഷട്ടർ തുറക്കുമ്പോൾ. പക്ഷെങ്കിൽ അത്ര ഉയരത്തിലൊന്നും വെള്ളം നിൽക്കുന്നില്ല. അങ്ങനെ ജോബിറ്റ് അന്നക്കുട്ടിയും കൊണ്ട് ഇങ്ങനെ ഡാമിൻ്റെ ഓരോ സൈഡിൽ കൂടി ഇങ്ങനെ പോയി കാണിക്കുവാണ്. എനിക്കൊന്ന് ഇത്രയും ചെറുപ്പത്തിൽ ഇത്രയും നാട് കറങ്ങുന്ന ആദ്യത്തെ വ്യക്തി അന്നക്കുട്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾ നമ്മുടെ എല്ലാ വീഡിയോയും കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അന്നക്കുട്ടി എല്ലാ സ്ഥലങ്ങളിലും പോയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തെങ്കിലും ഇത്രയും ചെറുപ്പത്തിൽ ഇത്ര യാത്ര ചെയ്തേക്കുന്ന അന്നക്കുട്ടി മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡാമിൽ വണ്ടി വന്നിരിക്കണം. ബസ് വരുന്നു. ആ അതൊക്കെ വണ്ടിയില്ലേ
നിങ്ങക്ക് മലയാളം അറിയില്ല? ഏത് ഭാഷ? വീട് എവിടെ? നിങ്ങളുടെ വീട് ഏതാ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഇപ്പം വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മയൊക്കെ എന്തെടുക്കുക? പപ്പ നിങ്ങൾ എവിടെ പഠിക്കാൻ പോന്നേ? അല്ല, പഠിക്കാൻ എവിടെയാ പോന്നേ? ആ സ്ഥലത്തിന്റെ പേരാണോ? ഓ, എന്താ ചോറൊക്കെ വെച്ചോ? എന്താ കറിയൊക്കെ ഉണ്ടായിരുന്നു? വീടൊക്കെ ഒന്ന് കണ്ടോട്ടോ, കാണിക്കാൻ പറഞ്ഞ. ആ, നിങ്ങളും വാ. പറ്റിയുണ്ടോ? ഇതാണോ നിങ്ങളുടെ വീട്? നമ്മുടെ ആദിവാസി മക്കളുടെ വീടാ അല്ലേ? അടുക്കള ഇതാണ് അടുക്കള ആണല്ലേ? അടുക്കള അല്ലേ? കാണിച്ചു വന്ന് പാത്രങ്ങൾ കാണിച്ച്. അല്ല വന്നേ, നിങ്ങളങ്ങനെ അങ്ങനെ ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ എവിടെയാ കിടക്കുന്ന? എവിടെയാ? അവിടെയാണ് കിടക്കുന്നത്. ഇത് സൗകര്യങ്ങളുണ്ടല്ലേ? ഓക്കെ 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 ഓക്കെ. ഇതാരുടെ വീടാ? അതാരുടെ വീടാ? അല്ലേ? ഓക്കെ ഓക്കെ. ഇത് പഠിച്ചില്ലായിരുന്നോ? എന്താ ഇന്ന് പഠിച്ചില്ലാത്ത? ഓണപ്പരീക്ഷ ലീവ് അല്ലേ? എന്തോ കേട്ടില്ല? ആ, പാപ്പം തരാമല്ലോ. ഓക്കെ, കഴിക്കാൻ കൊടുക്കുവാ. അത് വേണോ? പാപ്പണോ? അത് വെച്ചു ഉണ്ടാ എടുത്തോണോ? വാ, ഫോൺ എടുത്തോണ്ടോ? അങ്ങനെ സ്നേഹിക്കേ. ഓന്റെ പേരുണ്ടോ? മണിക്കുട്ടൻ. നിന്റെ പേരോ? കേൾക്കുന്നില്ലേ? ഓക്കെ, പൊക്കോട്ടെ. ഒരു ചായ തരുമോ? സജ്ജു മണിക്കുട്ടൻ അല്ലേ? എത്ര പഠിക്കുന്നേ? നല്ലായിട്ട് പഠിക്കുന്നുണ്ടോ? ശരി, എന്നാ ഓക്കെ. അവർക്കെല്ലാം കൊടുക്കണോ? നമ്മൾക്ക് തിന്നോ? വേമ്പാ. പോയേക്കാം. എല്ലാരും കൊടുത്ത് കഴിക്കണേ. കൊടുക്കണം കേട്ടോ. അവരെ കൂടെ ആ 2 പിള്ളേരെ കൂടെ. അങ്ങനെ ഞങ്ങള് അവരോടൊക്കെ സമയം സ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇത് വലിയൊരു അട്ട കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതൊരു പാമ്പിന്റെ മുഴുപ്പുണ്ട്. മാത്രമല്ല ഇതുണ്ടോ, ജീവനാന്റെ കാലിന്റെ വണ്ണത്തിലാണ്, നീളത്തിലാണ് ഈ സാധനം. ഒരു 30 സെന്റിമീറ്ററോളം, 30-40 സെന്റിമീറ്ററോളം നീളമുള്ള അട്ടയാണ്. ഞാൻ അവനെ ഒന്ന് നോക്കുവാണ് എങ്ങനെയുണ്ട് സംഭവം ഞങ്ങളന്ന്. അപ്പോൾ അവൻ്റെ പോക്കുണ്ടോ, അവൻ്റെ തലയിലൊക്കെ തട്ടിയപ്പോൾ അവൻ പയ്യെ അവിടെ കിടന്ന് ചുരുളാൻ നോക്കുന്നുണ്ട്. ചുരുണ്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇതാവും. ജീവനാടെ കാലിൻ്റെ നീളമുണ്ട് ഈ അട്ടയുടെ നീളം. നമുക്കിതിന് ഉപദ്രവിക്കൊന്നും പാടില്ല കേട്ടോ, കാരണം ഇതൊക്കെ കാട്ടിലെ ജീവികളാണ്. ഇതുണ്ടോ അവൻ പോകുന്ന പോക്ക് കേട്ടോ, അവനെങ്ങനെ പോകുന്നതെന്ന് നോക്കിയാൽ പാമ്പ് പോകുന്ന പോലെ. കൗതുകമേറിയ കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത് ആരും സ്കിപ്പ് ചെയ്യരുത്, ഇത് തന്നെ നോക്കി നിൽക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണമേ. അപ്പോൾ അതേ നമ്മൾ നേരത്തെ ട്രെയിനിൻ്റെ കാര്യം പറഞ്ഞു. ഈ പൈപ്പുകൾ കൊണ്ടുവരാൻ വേണ്ടിയാണ് ആ ട്രെയിൻ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം അതിന് തൊട്ട് അടുത്ത് തന്നെ ഒരു ട്രെയിൻ പാളം പോകുന്നതായി
നമുക്ക് ഇതാ നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടോ, ഇതാണ് ആ ട്രെയിൻ പാളം. അപ്പം ഇതിലേൽ കൂടിയാണ് ആ ട്രെയിൻ പൊക്കോണ്ടിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം തന്നെ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വണ്ടിയെടുത്ത് നേരെ മുന്നോട്ട് പോവുകയാണ്. എന്തൊക്കെ കാഴ്ചകൾ കാണാം എന്നുള്ള രീതിയിൽ പയ്യെ നമ്മുടെ കൊച്ച് വണ്ടിയെടുത്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പം ഇതുണ്ടോ, മലകളൊക്കെ നിൽക്കുന്ന നിൽപ്പ് കണ്ടോ. ഒരു മലയൊന്നും അല്ല കേട്ടോ, ഒരുപാട് മലകളുണ്ട്, ചുമയുണ്ട് കേട്ടോ. നല്ല തണുപ്പാണ് ഇങ്ങോട്ട്, മഞ്ഞൊക്കെ കോട കയറിക്കിടക്കും കേട്ടോ. അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ട് കേട്ടോ ചുമയും കാര്യങ്ങൾ. ഇതങ്ങനെ നമ്മൾ ഒരു കുന്തിരിക്കം മരത്തിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ. ഇത് നമ്മുടെ സാധാ ടൈപ്പ് കുന്തിരിക്കൊന്നും അല്ല കേട്ടോ, ഇതാണ് ഒറിജിനൽ കുന്തിരിക്കമാണ്. ഇത് വെട്ടാനോ മുറിക്കാനോ തൊടാനോ ഒന്നും നമുക്ക് അനുവാദം ഉള്ളതല്ല. എങ്കിലും അത് കണ്ടപ്പോൾ ഞങ്ങൾ വണ്ടി സൈഡിൽ നിർത്തിയിട്ട് നോക്കിയതാണിത്. കാരണം നല്ല ഭയങ്കര മണമാണ് കേട്ടോ. ഇതുകൊണ്ട് ഇങ്ങനെ മരം പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. ഇതാണ് കുന്തിരിക്ക മരം. ഹലോ, നമസ്കാരം. ഞങ്ങളുടെ ചാനലിന് ഇംഗ്ലണ്ടിൽ നിന്നും കൂടി ഒരു സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക്സ്. അങ്ങനെ ഞങ്ങള് നമ്മുടെ ഇംഗ്ലണ്ടിൽ നിന്നും ഒരു സബ്സ്ക്രൈബറെയൊക്കെ നേരിട്ട് മുന്നോട്ട് പോവാണ് കേട്ടോ. പോകുമ്പോൾ ഒരു കരിങ്കരിങ് ഇരിപ്പുണ്ട് കേട്ടോ. നല്ല ദൂരത്തിലാണ്, മാക്സിമം സൂമിങ് ചെയ്തു. പക്ഷേ ഈ വണ്ടിയിൽ നിന്നായതുകൊണ്ട് നമുക്ക് ക്ലിയർ ആകുന്നില്ല. എന്തായാലും അതൊന്നും കുഴപ്പമില്ല. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ നിങ്ങളെ ഇനിയും ഇതിലും വ്യക്തമായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. എല്ലാവരും കാത്തിരിക്കുക. പുതിയ ബാഹുബലിയാണ്. ഇതിനെ ഒരു വളരെ അഡ്വഞ്ചർ പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. വേണ്ട, ഇറങ്ങിയോടാ ഇറങ്ങിയോ, അവര് ചെല്ലുമ്പോ വഴക്കോറി. ഇറങ്ങിയോ ഇത് മൊത്തം മുള്ളുചെടിയാണ്. ഞങ്ങൾ യാത്ര ചെയ്ത് മുന്നോട്ട് വന്നപ്പോൾ രണ്ട് പാറയുടെ ഇടുക്കിൽ കൂടി അതിശുദ്ധമായ വെള്ളം ഒഴുകിക്കൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. എന്തായാലും നമുക്ക് അവിടെ ഒന്ന് ഇറങ്ങി നോക്കാം. അവിടുത്തെ വിശേഷങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്, നോക്കാം നമുക്ക്. ഈ വെള്ളത്തിന്റെ ഒരു പ്രത്യേകത എന്നാ പറയുമോ? ഈ വെള്ളത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നല്ല ഔഷധ ഗുണമുള്ള വെള്ളമാണ്. എന്താണ് ഈ പല ഔഷധ ചെടികളുടെ ഇടയിൽ കൂടെ ഒഴുകി വരുന്ന വെള്ളമായത്. നല്ല സെറ്റ് വെള്ളം കേട്ടോ. വരുന്നുണ്ടല്ലേ ദൈവത്തിന്റെ മരുന്നാണ് ഇതൊക്കെ. സമയമാണ് ഇപ്പൊ നമ്മുടെ ജോഗറ്റ് ഒരു ഗ്ലാസ് ആയിട്ട് ഈ ശുദ്ധജലത്തിൽ നിന്നും കുടിക്കാനായിട്ട് പോവുകയാണേ. കാരണം സൂപ്പർ നല്ല തണുത്ത വെള്ളമാണ്. ജോഗറ്റ് നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഔഷധ ഗുണമുള്ള വെള്ളമാണ്. കാരണം പലതരത്തിലുള്ള നല്ല മരുന്ന് മരങ്ങളിലൊക്കെ ഇടയിൽ നിന്നും വരുന്ന വെള്ളമല്ലേ. കുടിച്ചു നല്ല സൂപ്പർ. അതിൻ്റെ പുറകെ ഞങ്ങളും കുടിക്കുവാണ് കേട്ടോ. അങ്ങനെ ഈ നല്ല സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ പയ്യെ ഇവിടെ തന്നെ അങ്ങോട്ട് ഫുഡ് കഴിക്കാനായി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ വെച്ചുകൊണ്ടാണ് വന്നത് കേട്ടോ.
അപ്പോൾ നല്ല പയറുകറിയുണ്ട്, മീനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കൊഴുവ വറുത്തതുണ്ട്, അച്ചാറുണ്ട്. ഇങ്ങനെ ചോറും കറികളൊക്കെ ആയിട്ട് വൻപയറുണ്ട്. ഇങ്ങനെയായിട്ട് ഞങ്ങളിങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡ് റെഡിയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടോ? നമ്മുടെ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടാ? അടിപൊളി അല്ലേ? ആ മീൻ ചാറൊക്കെ വെച്ച് നോക്കട്ടെ. അമ്മയുടെ അടിപൊളി മീൻ കറി, മീൻ ഇട്ടിട്ടുണ്ട്, വറുത്തമീൻ. ഇത് ഈനാപ്പാപ്പി തിന്നുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കാട്ടിൻ്റെ നടുവിൽ വണ്ടിയിട്ട് ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. കാരണം ഇങ്ങനെയൊക്കെ വന്നിരുന്ന് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സംഭവം തന്നെയാണ്. അങ്ങനെ എല്ലാവരും ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വയർ നിറച്ചാണ് കഴിക്കുന്നത്. വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഇങ്ങനെ ചോറ് വെച്ച് കൊണ്ടുവന്നില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു കട പോലും ഉണ്ടായിരിക്കില്ല, പട്ടിണി കിടക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞങ്ങൾ വെച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. നമ്മക്ക് ഈ വീട് നേക്കണേണ് ഫുഡ് വെച്ചോണ്ടിരിക്കുന്നതാണ്. കേരക്കറിയുണ്ട്, കേരക്കറിയുണ്ട്, ഇനിയില്ല, കഴിഞ്ഞിടാമാണ്. നീ വിഷമിക്കണ്ട, കേരക്കറിയുണ്ട്, കൊഴുവ വറുത്തതുണ്ട്, നെല്ലിക്ക അച്ചാറുണ്ട്, പയറ് തോരനുണ്ട്. അടിപൊളി അടിപൊളി ഊണ്. സൂപ്പർ. ഇഷ്ടപ്പെട്ടോ? അടിപൊളി 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 അടിപൊളി. അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോവാണ്. ഇനിയുമുണ്ട് ഒരുപാട് മുന്നോട്ട് പോകുവാൻ വേണ്ടി. അങ്ങനെ ഞങ്ങളെല്ലാം വണ്ടിയുടെ മുകളൊക്കെ തുറന്നു വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ യാത്ര. അപ്പോൾ ഇപ്പോൾ നമുക്ക് അടുത്തൊരു ഡാമിൻ്റെ സൈഡിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് രണ്ടാമത്തെ ഡാമാണ്. ഇതിങ്ങനെ കിടക്കുവാണ് കേട്ടോ, നീണ്ട് നിവർന്ന്. ഒരു രക്ഷയില്ല. വെള്ളമൊക്കെ നല്ല പച്ച കളറിലാണ് കിടക്കുന്നത്. എനിക്ക് തോന്നുന്ന ഈ പച്ച കളറ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് താഴ്ച ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ടാണ് വെള്ളത്തിനൊക്കെ ഇങ്ങനെ പച്ച കളറൊക്കെ വരാറുള്ളതെന്നൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. തൊട്ട് നടുവിലേക്കായിട്ടൊരു ദ്വീപ് പോലെയൊക്കെ നമുക്ക് കാണാം. ഇത് വെള്ളം പൊങ്ങുമ്പോൾ ഇതൊക്കെ മൂടിപ്പോകുമോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് സംഭവമൊന്നും അറിയില്ല. എന്തായാലും ഇതാണ് ദൂരെ നിന്ന് എടുക്കുമ്പോൾ വ്യൂ. ഇതാണ് സൂമിങ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ സംഭവം കിട്ടിയിരിക്കുന്നത്. അങ്ങനെ കാണാൻ ഒരു അടിപൊളി വൈബാണ്. ഇതാണ് നമ്മുടെ ഡാം. അങ്ങനെ നമ്മൾ പയ്യെ ഡാമിൻ്റെ അങ്ങോട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ് നമ്മുടെ ബേബി. ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് യാത്ര ചെയ്ത് പോകുമ്പോൾ നമുക്കിനി ഒരുപാട് കാഴ്ചകൾ കാണുവാനായി സാധിക്കും. ഇപ്പോൾ ഡാമിൻ്റെ സൈഡ് നമ്മൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഡാമിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ വണ്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡ് കൊടുങ്കാടാണ്. അതും കാണാൻ തന്നെ വളരെ 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 ഭംഗിയാണ്, വൈബ് തന്നെയാണ് നമ്മുടെ ജോബിറ്റിൻ്റെ ഭാഷ പറഞ്ഞാൽ. ഒരു സൈഡിൽ നിറയെ വെള്ളവും മറ്റേ സൈഡ് കംപ്ലീറ്റും കാടാട്ടാണ്. അങ്ങനെ നമ്മൾ അതിൻ്റെ നടുവിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ വണ്ടിയിൽ കൂടി തന്നെ ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടാണ് നേരെ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ വണ്ടി മറുവശത്ത് പാർക്ക് ചെയ്ത് അവിടെ ചോദിച്ചപ്പോൾ ഇറങ്ങാം കാണാം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങളങ്ങനെ ആദ്യങ്ങൾ ചോദിക്കുന്ന വീഡിയോ ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. കാരണം അവരുടെ അനുവാദം ഇല്ലാതെ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ അവരത് എടുത്തോളം പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഈ സംഭവം ഷൂട്ട് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ അതിൻ്റെ താഴ്ചയൊക്കെ ഭയങ്കരം തന്നെയാണ് കേട്ടോ.
കാരണം ഇതിന് ഷട്ടറില്ല, അതാണ് വേറൊരു പ്രത്യേകത. ഈ ഡാമുകൾക്കൊന്നും ഷട്ടറില്ല. അതെന്താണ്, എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് അറിയില്ല. പിന്നെ താഴെക്കൂടി കുറേ വെള്ളം പോകുന്നുണ്ട്, എന്താ സംഭവം നമുക്ക് അറിയില്ല. നമ്മളത് അറിയേണ്ട കാര്യമില്ല. ചിലപ്പോൾ അതെന്താ പ്രോബ്ലം, കാരണം അതൊക്കെ ചിലപ്പം പുറത്തു വിടാൻ പറ്റാത്ത സീക്രട്ട് സംഭവങ്ങളൊക്കെയാണ്. അത് പണിയല്ലേ. അങ്ങനെ അടുത്ത വൈബ് നിറഞ്ഞ സ്ഥലത്ത് നമ്മളെത്തി. ഇവിടെ കംപ്ലീറ്റും കല്ലുകളാണ്. ഇത് പൊട്ടിച്ചെടുത്തതാണോ പാറ വളർന്നതാണോ എന്നറിയില്ല. എന്തായാലും കംപ്ലീറ്റ് നമ്മളിവിടെ എന്ത് സംസാരിച്ചാലും എക്കോ ആയിട്ട് തിരികെ വരുന്നത് നമുക്ക് കേൾക്കാം. എന്തായാലും നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അപ്പോൾ അവിടെ ഞങ്ങൾ കുറേയേറെ സമയം സ്പെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ എടുക്കുകയും ജീവനയുടെ കയ്യിൽ ബൈനോക്കുലറത്തിൽ ജീവനെയും വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം, നമ്മുടെ പണ്ടത്തെ കളി കല്ല് എറിയുമ്പോൾ ഇങ്ങനെ തിന്നി പോകില്ല. അപ്പോൾ എല്ലാവരും കൂടി ഇനി അതിൻ്റെ പിറകിലാണ് കുറച്ച് നേരം. കാരണം ഇതൊക്കെ നമുക്ക് വീണ് കിട്ടുന്ന അവസരങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളതൊക്കെ അങ്ങനെ അങ്ങ് ആസ്വദിക്കുകയാണ്. എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജീവനെ എറിയുന്നുണ്ട്, ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ജീവനെ നന്നായിട്ട് എറിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. കാരണം അത് 2-3 തവണ താന്നും പൊങ്ങിയും പോയി. അങ്ങനെ നമ്മൾ നേരെ വണ്ടിയുടെ അടുത്തോട്ട് പോവാണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ അടുത്ത യാത്ര തിരിക്കുകയാണ്. ഇനിയുണ്ട് പോകുവാനായി, കാണുവാനായി. അപ്പം നമ്മുടെ വണ്ടി എല്ലാവരും കയറി പയ്യെ തിരിച്ച് എടുക്കുകയാണ്. എന്തായാലും ഇവിടെ കൊണ്ട് ആ ജീപ്പ് കിടക്കുന്ന കാണുമ്പോൾ ഒക്കെ തന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട്. അങ്ങനെ വണ്ടി പയ്യെ നമ്മുടെ ബേബി ഓടിച്ചുകൊണ്ട് വരികയാണ്. എനിക്ക് തോന്നുന്നത് ഈ ഏരിയകളിലൊക്കെ കാറിനെക്കാട്ടിലും ഭംഗി ജീപ്പ് തന്നെയാണ്. അവൻ്റെ വരവൊക്കെ ഉണ്ടോ, എന്ത് രസമാണ്. ഇതുവഴി അതെ നിങ്ങൾ എനിക്ക് വിടുവാണ്. ചേട്ടാ നോക്കി സോറട്ടാ. അങ്ങനെ നമ്മൾ അടുത്ത ഡാമ് വീണ്ടും കയറുകയാണ്. ഇപ്പോൾ നമ്മൾ 3 ഡാമുകൾ ഏകദേശം സന്ദർശിച്ചിട്ടുണ്ട്. ഈ ഡാമിൻ്റെ പേരെനിക്ക് എന്തായാലും അറിയുന്നില്ല. എന്തായാലും നമ്മളിനി സ്പീഡ് അപ്പാട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി സമയമില്ല ഏറെ കളയാൻ വേണ്ടി. ഇനി നമുക്ക് ആനേനൊക്കെ കാണാനുണ്ട്. അപ്പം ആ ഒരു തന്ത്രപ്പാടി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ എന്തായാലും വണ്ടി പ്രത്യേകം നിർത്തുന്നൊന്നുമില്ല. ഈ 2 ഡാമും കൂടി ഉണ്ട്. എന്തായാലും ആ ഡാം ഞങ്ങൾ എന്തായാലും വീഡിയോയിലിട്ട് പകർത്തുന്നില്ല, കാരണം സമയമില്ലാത്തത് കൊണ്ടാണ്. ഇത് തന്നെ നല്ലൊരു ലെങ്ത് വീഡിയോ ആണ്. എന്തായാലും അവിടെ ഒരു 2 മിനിറ്റ് നിർത്തി ഞങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ ഒന്ന് നോക്കുകയാണ്. എന്താണ്ടൊക്കെ കെട്ടിടപ്പണി നടക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു ഡാം ഇതെനിക്കൊരു ചെറിയൊരു ഡാമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കണ്ട മറ്റേ 2 ഡാമിൻ്റെ അത്രയും ഹൈറ്റ് ഒന്നും ഇല്ല. ഇതിനും ഷട്ടറൊന്നും ഇല്ല. എനിക്കൊന്ന് വെള്ളമൊക്കെ ഇതിന് ഷട്ടർ ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ഇത് എന്താ സംഭവം എന്ന് കറക്റ്റ് അറിയില്ല. അടുത്ത സൈഡിൽ മറു സൈഡിൽ നമുക്ക് കാണാൻ വെള്ളം കെട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഒരുപാട് മീനുകളുണ്ട് കേട്ടോ. അതാണ് ഭയങ്കര സംഭവം.
ഒരു എന്തായാലും നമ്മളെ ഹൈറ്റോളമൊക്കെ ഉള്ള വലിയ വലിയ മീനുകൾ, ഇതിന് 5-10 കിലോ വെയിറ്റ് വരുന്ന മീനുകൾ ഉണ്ട് ഞങ്ങൾ കണ്ടു. അത് നമ്മൾ ഇതിനു മുമ്പ് കണ്ട ഡാമിലാണ് നമുക്ക് ആ മീനെ കാണാൻ സാധിച്ചത്. പിന്നെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ചാർജ് തീർന്നുകൊണ്ട് ഞാൻ കുത്തിയിടാൻ വേണ്ടി അവിടെ തന്നെ ഇട്ട് അവിടെ അങ്ങനെ കുറച്ച് സമയം നമ്മുടെ സ്പെൻഡിങ് ആകാറുണ്ട്. അങ്ങനെ ഡാമിൻ്റെ ഈ 2 സൈഡും കൂടി ഞാൻ എടുത്തു. അപ്പോൾ ഇത് കണ്ടോ, ഈ സംഭവം ഷട്ടറാണ് കേട്ടോ. ബ്രിട്ടീഷുകാരുടെ ഒരു ബുദ്ധിയെ, ഇതാണ് ഷട്ടർ. ഇത് എനിക്കൊന്ന് ഇത് സ്വിച്ച് ഇടുമ്പോൾ നേരെ മുകളിലേക്ക് പൊങ്ങും, വെള്ളം പോകും. അതാണ് സംഭവം. ഇതിൽ അവരുടെ തല ഭയങ്കരം തന്നെയാണ്. എന്ത് രസമാണല്ലേ കാണാൻ വേണ്ടി. ഇത് നമ്മൾ ഇനി യാത്ര മുന്നോട്ട് പോവാണ്. ഇനി കാണാനുണ്ട് ഒരുപാട് സംഭവം. ഫ്രണ്ടിലിട്ട് ഇതിനെ നമ്മൾ മലയണ്ണാൻ എന്നാണ് പറയാറുള്ളത് കേട്ടോ. നമ്മൾ പറയാറുള്ളത് കാട്ടിലെ ഏറ്റവും വലിയ അണ്ണാനാണ്. ഇതിന് പറക്കാനൊക്കെ സാധിക്കുമെന്ന് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും ഇവൻ്റെ ചാട്ടം ഭയങ്കര ചാട്ടം തന്നെയാണ്. അങ്ങനെ നമ്മൾ അവൻ്റെ ബാക്കിയുള്ള കാരണം ഇരിക്കുന്ന ഇരിപ്പിലാണ് ഇവൻ ചാടി വിടുന്നത്. ഇതുണ്ടോ, അവനടുത്ത ഭാഗത്തുനിന്നും മരത്തേലിൽ നിന്നും മുകളിലോട്ട് കയറാൻ വേണ്ടി ഇരിക്കുകയാണ്. കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അത് നല്ല നീളമുണ്ട്, നല്ല മുഴുപ്പുണ്ട്. നമ്മൾ സാധാരണ കാരണം എങ്ങനെയും ഒരു 3-4 കിലോ ഒക്കെ വെയിറ്റ് വരുന്ന രീതിയിൽ അത്ര വലുപ്പത്തിലാണ്. ഇതൊരു പന്നിയാണ് കേട്ടോ. നമ്മൾ അടുത്ത ഒരു സ്റ്റോപ്പിൻ്റെ സൈഡിൽ എത്തിയപ്പോഴത്തേക്ക് നമുക്ക് പന്നിയെ കാണാൻ സാധിച്ചു. എനിക്ക് തന്നെ ഈ പന്നി ഇവിടെ സ്ഥിരം ഉള്ളതാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇവൻ ഇതിലെക്കൂടെ തന്നെ ഇങ്ങനെ നടക്കും. ആൾക്കാരെ കാണുമ്പോൾ ആൾക്കാർ അടുത്തേക്ക് വരും. ഉപദ്രവങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പം കുറച്ച് നേരം ഞങ്ങളവിടെ നിന്നപ്പോഴത്തേക്ക് ഇവൻ പയ്യെ ഞങ്ങൾ അടുത്തോട്ട് വരുന്നുണ്ട്. എന്തെങ്കിലും ഉപദ്രവമൊന്നും ഇല്ലാത്തൊരു പന്നിക്കുട്ടനാണെന്നാണ് തോന്നുന്നത്. എന്തെങ്കിലും വണ്ടിക്ക് അടുത്ത് വരെ എത്താറായപ്പോഴത്തേക്ക് ഞങ്ങൾ പയ്യെ വണ്ടി വിട്ടു. നമുക്ക് മെയിനായിട്ടൊന്ന് കാണാനുള്ള സാധനമുണ്ട്, ഒരു ആനക്കുട്ടനെ നമുക്കൊന്ന് കാണണം. അങ്ങനെ അവനെ കുറച്ച് നേരം കണ്ടാലും മുഴുത്തൊരു പന്നിക്കുട്ടനാണ്. ഇതിനും പ്രായമായിട്ടുണ്ടോ എന്ന് ചെറിയൊരു ഡൗട്ടുണ്ട്. കാരണം കാഴ്ചയിൽ അവനത്ര വർണ്ണവും കാര്യങ്ങളൊന്നും അവനില്ല. ഇത് കരിങ്കുരങ്ങാണ് കേട്ടോ. കരിങ്കുരങ്ങ് നിങ്ങൾ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും സംഭവം നല്ല നീളമാണ് അവൻ്റെ വാലിനൊക്കെ. ഒറ്റച്ചാട്ടത്തിനാണ് അവന് അപ്പുറം കിടക്കുന്നത്. അവൻ അടുത്ത മരത്തിലോട്ട് കയറി ഇങ്ങനെ ഇരിക്കുകയാണവൻ. ചാട്ടമൊക്കെ ഭയങ്കര ചാട്ടമാണ്. ഇവൻ്റെ വാലിനാണ് ഏറ്റവും നീളം കൂടുതൽ. മറ്റേ കുരങ്ങനെക്കാട്ടിലും വാലിന് നല്ല നീളമുണ്ട് നമ്മുടെ ഈ കരിങ്കുരങ്ങന്. തലയിൽ ചെറിയ തൊപ്പി വെച്ചതുപോലെയാണ് അവൻ്റെ ആകൃതി. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ആനക്കുട്ടനെ കണ്ടു കേട്ടോ. ഇത് ദൈവത്തിൻ്റെ നമ്മുടെ ഒരു ഭാഗ്യമാണ്. ഏറ്റവും അവസാനമാണ് നമുക്ക് ഈ ആനക്കുട്ടനെ ഒന്ന് കാണുവാനായിട്ട് സാധിച്ചത്. നമ്മളാകപ്പാടെ ഞങ്ങൾ വിഷമിച്ചു വരുമായിരുന്നു, ഒരാനയെങ്കിലും കാണുവാൻ സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത്. കാരണം ചിലവരൊക്കെ പറഞ്ഞു പോകുന്ന വഴി റോഡിലൊക്കെ ആന കാണാം എന്നാണ് പറഞ്ഞത്. പക്ഷെങ്കിൽ നമ്മൾ ആനയെ പോയിട്ട് ഒരു കുഴിയാനെ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ വിഷമത്തിൽ ഇങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഫ്രണ്ടിൽ വന്ന ഇംഗ്ലണ്ടുകാരുടെ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നു. അവരിങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ഞങ്ങൾ നോക്കിയത്. അപ്പോഴാണതേ നമ്മുടെ മോളിൽ ഒരു ആനക്കുട്ടൻ ഇങ്ങനെ നിൽക്കുകയാണ്. അവൻ നല്ലൊരു ജിമിട്ടൻ ആന തന്നെയാണ്. അപ്പം അവിടെ എല്ലാവരും ഞങ്ങളുടെ ഫ്രണ്ടിൽ പോയവരും ഞങ്ങളുടെ പുറകിലുള്ളവരൊക്കെ വണ്ടി ഒതുക്കിയിട്ടിട്ടും ആനയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആനക്കുട്ടൻ അവിടെ നിന്നും പയ്യെ ഇങ്ങോട്ട് നീങ്ങുവാണ്. മാറുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് നല്ല ദൂരത്തിലാണ് കേട്ടോ, അടുത്തൊന്നുമല്ല, നല്ല ദൂരത്തിലാണ്. എന്തായാലും നമ്മുടെ ഈ ക്യാമറ ദൈവം അനുവദിച്ച് തന്നിരിക്കുന്നത് കൊണ്ട് കൊള്ളാം. അത്ര ലോങ്ങുള്ള സാധനം നമുക്ക് നന്നായിട്ട് എടുക്കുവാനായിട്ട് സാധിച്ചു. എങ്കിലും നമ്മുടെ ആ വലിയ ആഗ്രഹം
അങ്ങ് തീർന്നു കേട്ടോ. എന്തേലും നമ്മൾ ആനക്കുട്ടൻ്റെ 4 ചുറ്റും വീഡിയോകളൊക്കെ എടുത്ത് നിൽക്കുവാണ്. ഏകദേശം കൂട്ടുകാരെ നമ്മുടെ സമയമൊക്കെ തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇങ്ങനൊരു വലിയൊരു പരുന്തിനെയും കൂടെ കണ്ടു. എന്തേലും ഈ പരുന്തിനെയും കൂടി നമ്മൾ നമ്മുടെ വീഡിയോയിലേക്ക് നമ്മൾ പകർത്തി നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുന്നു. കണ്ട എല്ലാവർക്കും നന്ദി. ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആരെങ്കിലും ഇതുവരെയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ.